നിലനിൽക്കുന്ന അധികാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാനായിട്ട് പറ്റുമോ നമുക്ക്? എന്താണ് ഈ പൊതു സമൂഹം പറയുക? ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിന് വേണ്ടി സിനിമകൾ ചെയ്യാറില്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ അത്യാവശ്യം പൊളിറ്റിക്കൽ ഒരു സിനിമ എന്ന് പറയാവുന്ന നായട്ടാണ്. നായട്ടിൽ അങ്ങനെ ഒരു ചെയ്തില്ല. ഇപ്പൊ റോന്തിലാണേലും നമ്മൾ ഏത് പാർട്ടി ഭരിക്കുന്നു, കേരളത്തിൽ ആരാണ് ഭരിക്കുന്നത് എടുക്കുന്നതെന്നൊന്നും മെൻഷനേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്റെ കഥാപാത്രങ്ങൾക്ക് അങ്ങനെയില്ല. സിനിമയുടെ ഒരു കച്ചവടം, നേരത്തെ പറഞ്ഞ റോംകോം എന്ന് പറയുന്ന കണക്കാണ് ഒരു കാലഘട്ടത്തിൽ ചുവപ്പ് കൂടി കച്ചവടമായ ഒരു സമയമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരോ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് മെക്സിക്കൻ അപാരത, ഒരു കേശുകാരന്റെ കഥയായിരുന്നു. ആ സിനിമയപ്പോ ചുവപ്പായെന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ്. എന്തായാലും അങ്ങനത്തെ പൊളിറ്റിക്സ് കൊണ്ട് കൈയടി കിട്ടപ്പെടാവുന്ന കാലഘട്ടത്തിൽ അതൊരു കച്ചവടമാണെങ്കിൽ അങ്ങനെ കച്ചവട സിനിമകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. രക്തസാക്ഷികൾ, സിന്ദാബാ. നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ സിനിമയിൽ രാഷ്ട്രീയം, പാർട്ടി ബേസ്ഡ് രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്റെ ഒരു റിക്വസ്റ്റ്, രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നത് തന്നെയാണ്. കാരണം അതിന് ഒരു വലിയ മേജർ പ്രശ്നം ഞാൻ പറയാം. റോന്ത് എന്നുള്ള സിനിമയിൽ കെവിൻ വധക്കേസായിട്ട് ഭയങ്കര വലിയ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ആസ് എൻ അംബേദ്കറായിട്ട് ഇത് ഞാൻ പറയാതെ പോയാൽ ഞാൻ ചെയ്യുന്ന എന്റെ ജനതയോടും കേരള ജനതയോടും ചെയ്യുന്ന പ്രശ്നമായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ നാളെ ഒരു ജനറേഷൻ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം നടന്നത്. കാരണം വിഷ്വാലിറ്റിക്ക് അത്ര വലിയൊരു ഇമ്പാക്റ്റും ഉണ്ട്.